കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് അധികാരമേറ്റ പുതിയ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ആണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു ഈ പദ്ധതി. ഇതിന്റെ ഭാഗമായി KSRTCയിൽ ഇതിനോടകം തന്നെ ചില പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2026 ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാൻ KSRTC ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുകളിൽ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ വരുത്തി ടിക്കറ്റ് നൽകുമ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് പ്രത്യേകം രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ KSRTCയെ ആശ്രയിക്കുന്ന പ്രതിദിന യാത്രക്കാരിൽ ഏകദേശം 45% സ്ത്രീകളാണ്. ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ സ്ത്രീ യാത്രക്കാർ വലിയ സാമ്പത്തിക ആശ്വാസമായി കണ്ട് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വഴി തങ്ങളുടെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നും സ്വകാര്യ ബസ് മേഖല പൂർണ്ണമായി തകരുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കപ്പെടുന്നു. ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ്സുകളെ കൂടി പരിഗണിക്കുന്ന രീതിയിലുള്ള നടപടികൾ വേണമെന്നാണ് അവരുടെ ആവശ്യം. ഏതൊക്കെ വിഭാഗം ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക, ഇതിനായി പ്രത്യേക പാസ് സംവിധാനം വേണമോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശദമായ മാർഗരേഖ വരും ആഴ്ചകളിൽ സർക്കാർ പുറത്തിറക്കും.